ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അനീസ്ഖാൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റിട്ട് ആദ്യം ആപ്പിൾ സൈഡർ വിനീഗറാണ് കുടിക്കുന്നത്. ഇത് ഡിസാനോൻ്റെ ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ കുടിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക, നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. 250 ml വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 10 ml ആപ്പിൾ സൈഡർ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ഒറ്റ വലിക്കനുണ്ട് കുടിച്ചു തീർക്കും. അല്ലാതെ നിർത്തി കുടിക്കാൻ എനിക്ക് കയ്യലില്ല. കാരണം ഒരു തരം പുളിയൊക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പത്തിരിയും കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉമ്മ പൊടിയൊക്കെ വാട്ടിക്കുഴച്ച് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനത് പരത്തിയെടുക്കുകയാണ്. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി പിന്നെ ഉമ്മ റെഡിയാക്കി. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. എനിക്കൊരു 10:30 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. ഞാനിപ്പോൾ പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ് കേട്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പീനട്ട് ബട്ടറും ആപ്പിളും എടുക്കുകയാണ്. ഇത് ഡിസാനോൻ്റെ 100% നാച്ചുറൽ പീനട്ട് ബട്ടറാണ്. ക്രഞ്ചി ആയിട്ടുള്ളതാണ്, അൺസ്വീറ്റൻഡ് ആണ്. അതുപോലെ എക്സ്ട്രാ സോൾട്ടോ ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. അപ്പം നല്ല ഹെൽത്തിയാണ്. നമ്മളിപ്പം ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ആപ്പിൾ ഇങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ചെറുതായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഓൺലൈനായിട്ടാണ് ക്ലാസ് നടക്കണത്. ഞാനും ഉമ്മയും കൂടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും എല്ലാം കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. അനീസ്കയുണ്ട് കൂടെ. ഉമ്മ, അപ്പ, അനീസ്ക, ഞാൻ, നമ്മൾ 4 പേരും കൂടെയാണ് പോണത്. നമ്മൾ പോയത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടേനു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അനീസ്ക പറഞ്ഞു നമുക്ക് ഇത്താത്തൻ്റെ വീട്ടിലും കൂടെ ഒന്ന് പോയിട്ട് മക്കളെയൊക്കെ കാണാമെന്ന്. അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ടല്ലേ. അനീസ്ക കാര്യമായിട്ട് ഉപ്പാക്കും ഉമ്മാക്കും എന്തോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇത്താത്തൻ്റെ വീട്ടിലെത്തി, കുട്ടികളൊക്കെ കണ്ടു. മക്കൾക്ക് ആദ്യം നമ്മളെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ ശരിയായി. നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ അതിന് നമ്മളെ കൂടെ വരികയെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ആൾ ഡ്രസ്സൊക്കെ മാറ്റി മാസ്കൊക്കെ ഇട്ടിട്ട് ഇപ്പം നമ്മളെ കൂടെ വരുന്നുണ്ട്.
ഇതിന് മുന്നേ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേനു. അപ്പം എൻ്റെ ചെടികളൊക്കെ നോക്കിയത് അനീസ്ഖാൻ്റെ ഉപ്പയാണ്. നല്ലോണം വലുതായിട്ടുണ്ട് ഇപ്പോൾ ചെടികളൊക്കെ. അപ്പം ടേർട്ടിൽ വൈന് പ്രത്യേകിച്ച് നല്ല വലുതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു 4-5 ചട്ടി വാങ്ങിച്ചു. അതിലേക്ക് ഇനി ടേർട്ടിൽ വൈന് മാറ്റിയിട്ട് പ്ലാന്റ് ചെയ്യണം. സിറ്റ് ഔട്ടിൽ ഹാങ് ചെയ്തിടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഹാങ് ചെയ്തിടുന്ന ചെടികളായതുകൊണ്ട് നമ്മൾ അധികം മണ്ണ് നിറയ്ക്കുന്നതിനേക്കാളും കോക്കോപീറ്റ് ആക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ കോക്കോപീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന് വരണം. ഇപ്പം ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് കോക്കോപീറ്റിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ നല്ലോണം കുതിർന്ന് വരും. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ടേർട്ടിൽ വൈൻ ഉണ്ടായി വരുന്നതിനനുസരിച്ചിട്ട് ഞാനിങ്ങനെ അത് ചെറിയ ചെറിയ പാത്രത്തിലേക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കേനു. അപ്പോൾ അതെല്ലാം നല്ലോണം വലുതായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അങ്ങനെ ഞാൻ 4 പോട്ട് എടുത്തിട്ട് അതിലൊരു 3/4 ഭാഗത്തിൻ്റെ അടുത്തായിട്ട് ഈ കോക്കോപീറ്റും മണ്ണും കൂടെ ഉള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെയൊക്കെ മേലായിട്ട് ടേർട്ടിൽ വൈൻ മുറിച്ചിട്ട് അത് വെച്ച് കൊടുക്കണം. ഇനി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ള ചെടീൻ്റെ മേലായിട്ട് നമ്മൾ കുറച്ച് മണ്ണും പിന്നെ ഞാനൊരു ഇത്തിരി വളവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പാക്കറ്റ് വളം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അതാണ് ഇട്ട് കൊടുക്കണേ. ടേർട്ടിൽ വൈൻ പ്ലാന്റ് ചെയ്യേണ്ട രീതി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ ചട്ടികളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് തൂക്കിയിടാനുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചട്ടി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് നമുക്ക് അത് തൂക്കാനുള്ള കയറും കിട്ടും. ഞാൻ അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് തൂക്കാനായിട്ട് എത്തിയില്ല. അപ്പോൾ ഞാൻ അനിയനെ കൊണ്ടാണ് ഇത് വെപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്